ഇന്നത്തെ റെസിപ്പി ഞാൻ ചെയ്യാറുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സേമിയ വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇതിലോട്ട് 100 ഗ്രാം സേമിയ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് സേമിയ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സാദാ പശുവിൻ പാല്, പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. സേമിയ വെന്ത് വരുമ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പാകത്തിനാണ്. ഇനി ഇതിലോട്ട് വീണ്ടും 1.5 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് കുറുകുന്ന വരെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും അതുപോലെ അവസാനമായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തത് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇതിനേക്കാളും തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.